ലഭിക്കുന്ന മുറയ്ക്ക് ഇഡി കൃത്യമായ അന്വേഷണം കേസ് രജിസ്റ്റർ ചെയ്ത് തന്നെ കത്തിൽ തന്നെ ലക്ഷങ്ങളാണ് വാങ്ങുന്നത് ഓരോ നിയമനത്തിനും അന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളൊക്കെ അറിവുള്ളതുമായിരുന്നു. ഏതൊക്കെ നേതാക്കളാണ് ഇതിന്റെ പണം പറ്റിയിട്ടുള്ളതെന്ന് ആ കത്തിൽ ഉറപ്പായും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കോടികൾ വാങ്ങിക്കൊണ്ടുള്ള നിയമനങ്ങളാണ് പല ബാങ്കുകളിലായി നടത്തിയിരിക്കുന്നത് MLA-യും കോൺഗ്രസ് നേതാക്കളുമല്ലേ? ശേഷമാണ് അദ്ദേഹത്തിന്റെ ബാധ്യതയെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ചിത്രം പുറത്തു വരുന്നത്. ഇപ്പോൾ NM വിജയന്റെ കുടുംബം KPCC അറിയിച്ചിട്ടുള്ളത് ഏകദേശം 2.25 കോടിയുടെ ബാധ്യത NM വിജയൻ ഉണ്ടെന്നുള്ളതാണ്. അതിൽ കുറച്ച് തുക, ഒരു 50 ലക്ഷത്തോളം തുക അദ്ദേഹത്തിന്റെ സ്വന്തം ബാധ്യതയാണെന്ന് കണക്കാക്കിയാൽ പോലും 2 കോടിക്കടുത്ത് തുക അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. ഈ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ കുറിച്ചതുപോലെ പല ആളുകളിൽ നിന്നും പല നേതാക്കന്മാരും വാങ്ങിയ പണത്തിന് ചെക്കായിട്ടും ലോണായിട്ടും ഒക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹം വാങ്ങിക്കൂട്ടിയ കടങ്ങളാണ്. അതിൽ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 32 ലക്ഷം രൂപ ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് പിടിക്കുന്നതിന് വേണ്ടി മാത്രം അന്ന് ചെലവാക്കി. ആ തുക ചെലവാക്കിയപ്പോൾ അത് 10 ലക്ഷം രൂപ BJPയുടെ ഡയറക്ടർക്ക് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയും പിന്നീട് ബാങ്കിൻ്റെ കോടതി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണെങ്കിൽ കൂടി അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് വാങ്ങിക്കൂട്ടിയ പണം അത് തിരിച്ചു കൊടുക്കാൻ വകുപ്പില്ലാതായപ്പോൾ NM വിജയൻ സ്വന്തം സ്വത്ത്, സ്വന്തം ഭൂമി പണയപ്പെടുത്തി 32 ലക്ഷം രൂപ കടമെടുക്കുന്നു. അത് പിന്നീട് 65 ലക്ഷമായി ഉയരുകയാണ്. അതുപോലെ ND അപ്പച്ചൻ്റെ അയൽവാസിയായിട്ടുള്ള ചാക്കോ എന്ന വ്യക്തിയുടെ മകൻ്റെ നിയമനത്തിന് വേണ്ടി പണം വാങ്ങുകയും ആ 10 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റാതായപ്പോൾ NM വിജയൻ്റെ പേരിൽ ചെക്ക് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ആ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാതായപ്പോൾ ചെക്ക് കേസ് ഉണ്ടാവുകയും ആ ചെക്ക് കേസിൻ്റെ ഭാഗമായി NM വിജയൻ്റെ ഭൂമി അത് പണയപ്പെടുത്തുകയും അറ്റാച്ച് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ നിരവധി കടങ്ങൾ NM വിജയൻ ഉണ്ടായിട്ടുള്ളത് പല ബാങ്കുകളിലും നിയമനം വാഗ്ദാനം ചെയ്യുകയും നിയമനം വാഗ്ദാനം ചെയ്ത് പണം വാങ്ങുകയും ആ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാതായപ്പോൾ അതിൻ്റെ ബാധ്യത മുഴുവൻ NM വിജയൻ്റെ തലയിൽ കെട്ടിവെക്കുകയുമായിരുന്നു. ബത്തേരിയിലെ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടും ബത്തേരിയിലെ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നിയമനത്തിനു വേണ്ടി കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, കോഴപ്പണം വാങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല മറ്റു ചില ബാങ്കുകളുടെ പേര് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മടക്കിമാല ഉൾപ്പെടെയുള്ള ബാങ്കുകളുടെ പേരുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇത് കേവലം 1-2 ബാങ്കിൽ മാത്രം നിൽക്കുന്ന ഒരു നിയമന കൊള്ളയല്ല. ബത്തേരി ഭാഗത്ത് ഉള്ള നിരവധി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ നിയമനക്കൊള്ള ഉണ്ടായിട്ടുണ്ട്. പലരും ഇക്കാര്യം പുറത്തു പറയാൻ മടിക്കുന്നത് പലരെയും സെറ്റിൽ ചെയ്യാമെന്നുള്ളൊരു വാഗ്ദാനം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പലരെയും പണം മടക്കി കൊടുക്കാം എന്നൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ചിലർക്കെല്ലാം ജോലി കൊടുക്കാമെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് ജോലി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ നിയമനക്കൊള്ളയുടെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരാത്തത്. എന്നാൽ NM വിജയൻ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വ്യക്തമായി ചിലരുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ വഴിക്കാണ് അന്വേഷണം പോകുന്നതെങ്കിൽ, ആ വഴിക്ക് കൃത്യമായി അന്വേഷിക്കുകയാണെങ്കിൽ ഈ നിയമനക്കൊള്ളയുടെ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് NM വിജയനെ സംബന്ധിച്ച് ആരെങ്കിലുമൊക്കെ തുറങ്കിലടയ്ക്കണമെന്നോ ആരെങ്കിലുമൊക്കെ കുറ്റക്കാരനാക്കണമെന്നോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ പോലും എഴുതി വെച്ച കുറിപ്പിൽ 10 ദിവസമാണ് KPCCക്ക് സമയം അനുവദിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ. 10 ദിവസത്തിന് ശേഷവും KPCC നേതൃത്വവും VD സതീശനെ പോലുള്ള പ്രതിപക്ഷ നേതൃനിരയും ഇത് പരിഹരിക്കുന്നില്ല എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ കത്ത് പോലീസിന് കൈമാറാവൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മരണശേഷവും അദ്ദേഹം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് ആ കുടുംബം ആ കത്ത് പുറത്തുവിട്ടതും. ഇത്രയധികം ഞെട്ടിക്കുന്ന വിവരങ്ങൾ, നിയമനക്കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്നതൊക്കെ വ്യക്തമാകുന്നത്. KPCC അധ്യക്ഷനും VD സതീശനും എത്രത്തോളം പ്രതികൂലമായാണ് നിലപാട് സ്വീകരിച്ചത് എന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഏതായാലും കുടുംബത്തെ